ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റംദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ കട്ട്ലറ്റൊക്കെ ആയിരിക്കുമല്ലോ മെയിനായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിന്നിവിടെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു 3 സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ളതുകൊണ്ട് ഞാനിവിടെ 2 മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവ് കുറഞ്ഞ പച്ചമുളകൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ ഞാനിവിടെ കറിവേപ്പില ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നുമില്ല. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ കൂടുതലൊന്നും മസാലകൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ആ ഒരു മസാലേൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതാ ചിക്കൻ ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് അത് തണുത്തതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത മസാല ഒക്കെ ചിക്കനിലോട്ടും പിടിക്കുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലോട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങായിരുന്നു, ഒരു 3 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഓവർ കുക്കായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒട്ടും വേവാണ്ടിരിക്കാനും പാടില്ല കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓവറായി കുക്കായി പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കുമേ. ഇതിപ്പം നമ്മളിതാ പാകത്തിന് വേവിച്ച് ഇനി ഇതിലോട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആദ്യം ഞാനിതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി കൈ വെച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഞാനിത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടേൻ്റെ മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി കട്ട്ലറ്റിൻ്റെ വീഡിയോ ഒക്കെ 2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുട്ടേൻ്റെ മിക്സിലും ബ്രെഡ് ക്രംസിലും ഒക്കെ ഡിപ്പ് ചെയ്യുന്നത് കാണിക്കാണ്ടുന്നത്. അതിന് ശേഷം ഇതാ ഞാനിത് എണ്ണയിലിട്ട് നല്ല ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനി കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ആ പുറത്തെ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് കളർ മാറി ഒരു ബ്രൗൺ കളറായി വന്നാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ട് അങ്ങനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം ഇതാ ഒരു ഭാഗം ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പുറത്തെ ബ്രെഡ് ക്രംസ് കരിഞ്ഞ് ആ കളർ നന്നായിട്ടൊന്ന് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ 2 സൈഡും നന്നായി കളറൊക്കെ മാറി വന്നതിന് ശേഷം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതാ എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മളെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബീഫൊക്കെ വെച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കും കേട്ടോ, ഫിഷ് വെച്ചിട്ടുണ്ടാക്കുക, എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ മെയിനായിട്ട് തന്നെ കഴിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്